നമസ്കാരം വ്യൂവേഴ്സ്. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ വറവൽ, കുറേ കറിവേപ്പിലയും കുരുമുളകും എല്ലാം ഇട്ടിട്ടുള്ള ചിക്കൻ വറവൽ. ചിക്കൻ വറവലിന് ചതക്കാനുള്ള സാധനങ്ങളാണ്. അമ്മിയിൽ ചതച്ചാൽ അത്രയും നല്ലത്. അമ്മിയുള്ള ആൾക്കാർ അമ്മിയിൽ ചതച്ചോ. കറിവേപ്പിലയാണ് ഇതിൽ വേണ്ടത്. ഇത് കറിവേപ്പിലേൻ്റെ ഒരു ചിക്കനാണ്. കുറേ കറിവേപ്പില ഒരു അഞ്ചെട്ട് തണ്ട് എടുത്തിന്. 5-8 തണ്ട്. എന്താ വെച്ചാൽ കറിവേപ്പില കൂടുതൽ വേണ്ട ഇതിന്. ചിക്കൻ വറവലാണ് ഈ ഇങ്ങനത്തെ സാധനമുണ്ട്. പച്ചമുളക് 3 എണ്ണം, ഇഞ്ചി പുരട്ടി വെക്കാനാണ് ഇതെല്ലാം. ചുവന്നുള്ളി, വെള്ളുള്ളി 5-8 എണ്ണം, ഒരു 4-5 എണ്ണം ഉണ്ടാവും വെള്ളുള്ളി. ഇത് 12 എണ്ണം ഉണ്ട്. ഷാലറ്റ്സ്, ഇഞ്ചി ഒരു 1.5 ഇഞ്ചിൻ്റെ 1.5 ഇഞ്ചിൻ്റെ കഷ്ണം 3 കഷ്ണമാക്കിയിട്ടെടുത്തു. പെരുംജീരകം 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂണ്, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, കുരുമുളക്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതിൻ്റെ അകത്ത് കറിവേപ്പില ഒരു 10-12 തണ്ട്, പച്ചമുളക് ഒരു 3, പിന്നെ വെളുത്തുള്ളി ഒരു 5 എണ്ണം, ചുവന്നുള്ളി ഒരു 10 എണ്ണം, പിന്നെ പച്ചമുളക് 3 എണ്ണം പറഞ്ഞല്ലോ. പിന്നെ പെരുംജീരകം 1 ടീസ്പൂണ്, ജീരകം 1 ടീസ്പൂണ്, മറ്റേ കുരുമുളക് 1 ടേബിൾ. ഇതൊന്ന് ചതച്ചിട്ട് എടുക്കാനേ പാടുള്ളൂ. ഇതല്ലാണ്ട് അരയാൻ പാടില്ല. മിക്സിയിലാകുമ്പോൾ വല്ലാണ്ട് അരഞ്ഞു പോകും. അമ്മിയിലാകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. വീടിയെല്ലാം അങ്ങനെ അപ്പം അമ്മി വെക്കുക, അതാണ്. കുറച്ചും കൂടി ആവണേ. ചില കുരുമുളകെല്ലാം ഒന്ന് പൊടിഞ്ഞ് വരണം. നല്ല മണം. ചിക്കൻ പറയും മോക്ക് ഇന്ന് രാത്രി ചപ്പാത്തിയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ച് ചിക്കനാക്കി കൊടുക്കാം. അപ്പം ഈ സ്പെഷ്യൽ ചിക്കൻ അങ്ങ് എടുത്തു. ചിക്കൻ വറവ് നമ്മളെ ചിക്കനിടെ 500 ഗ്രാം ചിക്കൻ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് പരട്ടിയിട്ട് ഇതിനെ മാരിനേഷന് വെക്കുന്നു. ഉപ്പും കൂടി വെക്കണം. ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞെടുക്കും. ഒരു ടേസ്റ്റ് ആയത്. ലൈമ പിഴിയുന്നുണ്ട്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, ഒരു ടീസ്പൂൺ. ബാക്കി വേണമെങ്കിൽ നോക്കിയിട്ടിടാം. ഇങ്ങനത്തെ എല്ലാം ഇടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഇനി മാരിനേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ചെറുനാരങ്ങ നീര്, ഉപ്പ്, കുരുമുളക്, പെരുംജീരകം, ജീരകം, പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില നല്ലോണം വേണം. അതാണ് ഈ പച്ചക്കളർ. ഒരു അരമണിക്കൂർ ഇത് മാരിനേഷനാണ്. പരത്തി എരിവുണ്ടാവും. കുരുമുളകും പച്ചമുളകും ഉള്ളതുകൊണ്ട് ഒന്നും സാരമില്ല. അങ്ങനെ പൊത്തി വെക്കും. അടച്ചു വെക്കും. നമ്മൾ മാരിനേഷന് വെച്ച ചിക്കനായിരുന്നു. ഒരു 6 മണിക്ക് വെച്ചത്. 6:45. വെളിച്ചെണ്ണ ഒരു 1/4 കപ്പ് ഒഴിക്കണേ. 1/4 കപ്പ്.
അതായത് ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും, 1/4 കപ്പ് എന്ന് പറയുന്നത്. ചൂടായിട്ട് നമുക്ക് പട്ട, കറാമ്പ്, ഏലക്കായ ഇട്ട് കൊടുക്കാം. പട്ടേൻ്റെ ഇത്ര പട്ട, 3 ഏലക്കായ്, ഒരു 5-6 ഗ്രാമ്പ്. അതിൻ്റെ മണം വരട്ടെ. രണ്ടാമത്തെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിൽ രണ്ടാമത്തെ ചെറിയുള്ളി, വെള്ളുള്ളി, പച്ചമുളക്. അത് ഒരു 20 ചെറിയുള്ളി ഉണ്ട്, 5-8 വെള്ളുള്ളി ഉണ്ട്, 3 പച്ചമുളക്. അതിലും വേണം ചെറിയുള്ളി, ഇതിലും വേണം ചെറുതുള്ളി. ചെറിയുള്ളി, കരിവേപ്പില, കുരുമുളക്, ഇതെല്ലാം നീണ്ടാത്ത ജീരകം, പെരുംജീരകം, മല്ലിയില, തക്കാളി. ഇതിൻ്റെ മണം പുറത്തേക്ക് വരട്ടെ. പട്ടേൻ്റെ കറാമ്പറ്റി മണം വരുമ്പോൾ കിട്ടും. ഇതൊരു ടൊമാറ്റോ നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്, അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. കരിവേപ്പില, അതിന് നിറച്ചും കരിവേപ്പില, ഇതിന് കുറച്ചും കൂടി ഇട്ടു ലീഫായിട്ട്. എൻ്റെ മാല ഇഷ്ടമായ ഹൈദരാബാദ് പേഴ്സ്, ഹൈദരാബാദിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. ഇഷ്ടമായ ഞാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഇട്ടു. എല്ലാം വാടിയേ. ഇനി ചിക്കൻ്റെ കൂടെ ഇത് ഒന്നും കൂടി ആവും. നമ്മൾ ചിക്കൻ ഇടാൻ പോകും. ഇതിന് മെല്ലെ ആയി വരണം ചിക്കൻ. മിക്സി വരട്ടെ. വെള്ളം വേണം. അരപ്പെല്ലാം കഴുകിയ വെള്ളമാണ് ഇത്. ഗ്രേവിക്ക് തന്നെ ഉപ്പ് വേണം. അവിടെ കുറച്ച് ഉപ്പ് മതിയായിട്ടില്ല, അതുകൊണ്ട് കുറച്ചും കൂടി എടുക്കാം. 1/2 ടീസ്പൂൺ കൂടി ഇട്ടാൽ ചിക്കൻ വറവൽ റെഡി. മല്ലിയില ഇട്ടോളൂ, വാങ്ങിക്കോളൂ. മല്ലിയില നല്ലോണം ഇട്ടോ. അങ്ങനെ നമ്മളെ ചിക്കൻ വറവൽ റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്തോളേ. അത്ര ടേസ്റ്റി ചിക്കനാണ്. കുറച്ച് എരിവെല്ലാം ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ നമ്മളെ ചിക്കൻ വറവൽ റെഡി. ഓഫർ.